സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യാൻ പോയ പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പുകളിട്ട് കേസെടുത്തിരിക്കുക. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ, അതും നോൺ വൈലബിൾ സെക്ഷൻസ് ഇട്ട് കേസെടുക്കുന്നത് ഇതാദ്യമാണ്. ഇവിടെ LDF പ്രതിപക്ഷത്തിരുന്ന കാലത്ത് എത്ര സമരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലും രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യാൻ പോയ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ടോ? അത് ജാമ്യമില്ലാ വകുപ്പ് കേസെടുത്തിട്ടുണ്ടോ? ഇപ്പോൾ എല്ലാ കേരളത്തിൽ പുതുമയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശമനുസരിച്ചാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ കേസെടുത്തത്. അതിൽ ശക്തിയായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. കേരളത്തിലെ പൊതുമുതൽ കൊള്ളയടിക്കുന്ന മുഖ്യമന്ത്രിയാണ് പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിൽ ഈ സമരത്തിന് ഉദ്ഘാടനം ചെയ്യാൻ പോയ പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ കേസെടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഇത് അങ്ങേയറ്റം പ്രതിപക്ഷ നേതാവിനോടുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രതികാരം മാത്രമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരം കേസെടുക്കാത്തതിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു. ഈ ഡിസംബർ മാസം 27-ന് UDFിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവിന് പ്രതികാരം പ്രകടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ കേസെടുത്ത നടപടിയിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. 27-ാം തീയതി അന്ന് വിലാകളുടെ സ്ഥലത്ത് നടക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ തൊട്ടടുത്ത ദിവസം ഈ പ്രതിഷേധ പ്രകടനം നടത്തേണ്ടതാണ്. ഈ പ്രതിഷേധ പ്രകടനം കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ UDF പ്രവർത്തകർ നടത്തി ഞങ്ങളുടെ ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്.